ഹലോ എവറിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മളെ നവംബർ 1 നടക്കുന്ന NSMC എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളും വളരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ NSMC എക്സാം നമുക്കറിയാം, ദ ഹിന്ദുവുമായി എക്സാം വൈ ലേണിംഗ് കൊളാബ് ചെയ്ത് നടത്തുന്ന ഒരു എക്സാമാണ്. നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം കൂടിയാണ്. നമുക്കറിയാം 10,000-കണക്കിന് രൂപ നമുക്ക് ക്യാഷ് പ്രൈസായിട്ടും അതേപോലെ സ്കോളർഷിപ്പുകളായിട്ടും നേടാനുള്ള ഒരു സുവർണ അവസരമാണ്. തീർച്ചയായിട്ടും ഇതിലെന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അറിയുന്നതിനാണ് നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളത്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. അതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം എഴുതാൻ താല്പര്യമുള്ള നമ്മളൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും അല്ലേ, സയൻസും മാത്സിലും ഒക്കെ നല്ല താല്പര്യമുള്ള, മെൻ്റൽ എബിലിറ്റിയിലൊക്കെ താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക മക്കളെ, ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി എന്ത് ചെയ്യട്ടെ, ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ എഴുതി ഫ്യൂച്ചറിൽ നമ്മൾ എഴുതാൻ പോകുന്ന ഒരുപാട് എക്സാമുകൾക്കുള്ള ഒരു തുടക്കമായി മാറാൻ തീർച്ചയായിട്ടും NSMC പോലെയുള്ള ഒരുപാട് എക്സാമുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മൾ കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു ക്വസ്റ്റ്യൻസ് കണ്ടാലും നമ്മൾ അത് ഏത് ചാപ്റ്റർ ആണെന്നും ഏത് ടോപ്പിക്കാണെന്നും അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഫൈനൽ ആൻസറിലേക്ക് എത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ സ്കൂൾ എക്സാം പോലെ റിട്ടൺ അല്ല, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 4-ൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ഉണ്ടാകും. പക്ഷേ 4 ക്വസ്റ്റ്യൻസ് കണ്ടാലും 4 ഓപ്ഷൻസ് കണ്ടാലും ഒരേപോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈസിയാണെന്ന് വിചാരിക്കുന്ന പല ക്വസ്റ്റ്യനും നമ്മൾ പോലും അറിയാതെ തെറ്റിക്കുന്നതായിരിക്കും പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷൻ എക്സാമുകളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റാതെ എന്ത് ചെയ്യണം, ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. അത് ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന ഓരോ ക്വസ്റ്റ്യനുകളും ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, കയ്യിലൊരു പെൻ ആൻഡ് പേപ്പറൊക്കെ പിടിക്കുക. എന്നിട്ട് അറിയാത്ത പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പുതുതായി പഠിക്കാൻ പറ്റും. ഈ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എത്താൻ കഴിയുന്നുണ്ടാവുള്ളൂ. ആ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് അയേൺ വിത്ത് വാട്ടർ. നമുക്കറിയാം, ഒരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആവില്ല ഉണ്ടാവുക, സ്റ്റീമുമായിട്ടാണ് അയേണൊക്കെ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. അപ്പോൾ അവിടെ Fe3O4 അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസുമാണ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. 4-ലാണെങ്കിലും നമുക്കൊരു കോമൺ കാര്യം ഉറപ്പാണ്, 4 ഓപ്ഷനിലും Fe3O4 ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് എന്തല്ല, വേറെ ഏതോ പ്രോഡക്റ്റ് അല്ല, Fe3O4 ആണെന്ന് കറക്റ്റാണ്. അപ്പോൾ Fe3 എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് 3 അയേൺ അവിടെ ഉണ്ട്. 3Fe വരുന്നത് ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. 3Fe വരുന്നത് 2ആണ്. അപ്പോൾ എയും അല്ല സിയും അല്ല. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോഴേ ചില ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടുന്നതുണ്ടാവും. കിട്ടാത്തത് കൺഫ്യൂഷനൊക്കെ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ളതൊക്കെ ആദ്യം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ ഇത് റിമൂവ് ആക്കാം, ഇതും റിമൂവ് ആക്കാം. ഓക്കെ, ഇനി ബിയോ ഡിയോ നോക്കിക്കേ. ബിയിൽ നമുക്കറിയാം 3Fe ഇവിടെ 3Fe, എന്നാൽ ഇവിടെയോ 3Fe3 എന്ന് പറയുന്നത് എത്രയാടാ, 9Fe ആയില്ലേ. അപ്പോൾ ഏതായാലും എന്തുമല്ല ഇതുമല്ല. നമ്മൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്. കണ്ടോ, ഈസി ആയിട്ട് മുഴുവൻ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച്, നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്തണം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആണെന്ന്. 3Fe റിയാക്റ്റൻറ്റിൽ എന്തുണ്ട്, 3Fe പ്രോഡക്റ്റിലും അല്ലേ. നമുക്കറിയാം Fe3 എന്ന് പറയുമ്പോൾ 3 അയേണ്. റിയാക്റ്റൻറ്റിൽ 4H2 അഥവാ ടോട്ടൽ 8 ഹൈഡ്രജൻ. പ്രോഡക്റ്റിലും 4H2 ടോട്ടൽ 8 ഹൈഡ്രജൻ. റിയാക്റ്റൻറ്റിൽ 4x1 ഓക്സിജൻ അഥവാ 4 ഓക്സിജൻ. H2Oയിൽ 1 ഓക്സിജൻ, 4H2 എന്ന് പറയുമ്പോൾ 4 ഓക്സിജൻ. പ്രോഡക്റ്റിൽ നോക്കിയൊക്കെ O4 ഉണ്ട് അഥവാ അവിടെയും 4 അല്ലേ. എന്തായിരുന്നു മക്കളെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും എന്ത് ചെയ്യണം, നമുക്ക്
സെയിം എലമെൻറ്റിൻ്റെ ആറ്റംസ് എന്തായിരിക്കണം, രണ്ട് സൈഡിലും ഈക്വൽ ആവണം. അതിന് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഈ പറഞ്ഞ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അവിടെ എന്ത് ചെയ്യും, ദിസ് ഫോളോ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അവിടെ മാസ് കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് ഉള്ളത്. വിച്ച് സ്റ്റേറ്റ് ദ മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നമ്മൾ 9th അല്ലെങ്കിൽ മുമ്പുള്ള സ്റ്റാൻഡേർഡിൽ പഠിച്ച ആ ഒരു പോയിന്റ് കൂടി കണക്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഓർത്തു വയ്ക്കാൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് റെഡി നോക്കിക്കേ. ഹീറ്റിംഗ് ഓഫ് ലൈം സ്റ്റോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് തെർമൽ ഡീകമ്പോസിഷൻ. ഓക്കെ, ദ ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ. ന്യൂട്രലൈസേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്തായാലും ടൈപ്സ് ഓഫ് റിയാക്ഷൻ ആണ് കണ്ടോ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കിയത്, ഇത് ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ്, റിയാക്ഷൻസിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആയിരുന്നു അല്ലേ, നമുക്കതൊക്കെ അറിയാം അല്ലേ. ഈ പറഞ്ഞ കോമ്പിനേഷൻ അല്ലെങ്കിൽ സിന്തസിസ് റിയാക്ഷൻ ഉണ്ട്, സിന്തസിസ് ഓർ കോമ്പിനേഷൻ. അതിന് നേരെ ഓപ്പോസിറ്റാണ് ഡീകമ്പോസിഷൻ, ഒരാൾ രണ്ടെണ്ണമായിട്ട് മാറാം. സിംഗിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവായ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനിയോ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോണുകൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതായിരുന്നു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിനൊക്കെ എക്സാമ്പിൾസും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മുമ്പ് ഏതെങ്കിലുമൊക്കെ സ്റ്റാൻഡേർഡിൽ ചോദിച്ചിട്ടുണ്ടാവും. 10th ക്ലാസ് എന്ന് പറയുമ്പോൾ 10th ക്ലാസ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ എന്ന് അർത്ഥമില്ല കേട്ടോ. 9th 8th വെച്ച കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാം. ശരി, ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്താൽ എന്താ കിട്ടട, ലൈം സ്റ്റോൺ ആരാ അതറിയണേ, കാൽഷ്യം കാർബണേറ്റ് ആണ്. എഗ് ഷെല്ല്, മാർബിള്, ലൈം സ്റ്റോൺ ഒക്കെ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇയാളെ ഹീറ്റ് ചെയ്താൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാകും, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഈ പറഞ്ഞ പോലെ തെർമൽ ഡീകമ്പോസിഷനാണ്, ഹീറ്റ് ചെയ്താലാണ് റിയാക്ഷൻ നടക്കുക. കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ, അതും കറക്റ്റാണ്. ന്യൂട്രലൈസേഷൻ NaOH HCl റിയാക്ട് ചെയ്യുന്നു. എന്താ സംഭവിക്കുക, H ഇങ്ങോട്ട് പോകും, N ഇങ്ങോട്ട് വരും അല്ലേ. പ്രോഡക്റ്റ് എന്താ കിട്ടുക, NaCl ആൻഡ് H2O. H അങ്ങോട്ട് പോയാൽ Hഉം OHഉം കൂടി വാട്ടർ ആയിരിക്കും ഉണ്ടാവുക, H2O. സോ ഇറ്റ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ആണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആസിഡ് വിത്ത് മെറ്റലോ, എക്സാമ്പിൾ മഗ്നീഷ്യം HCl റിയാക്ട് ചെയ്താൽ മഗ്നീഷ്യത്തിൻ്റെ ക്ലോറൈഡ് ഉണ്ടാകും പ്ലസ് ഹൈഡ്രജൻ. മോർ റിയാക്റ്റീവ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെ MgCl2 കിട്ടിയത്. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. അതാണ് അതിലെ എന്തുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആണ് കേട്ടോ, ചാടി കയറിക്കാണ്ട് കറക്റ്റ് ആൻസർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ E എന്ന് എഴുതി വെച്ചുകൊണ്ട് പോകരുത്. അങ്ങനെയൊക്കെയാണ് നല്ല ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാവണം. റെഡി, അതേപോലെ ഇനിയും ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. കമ്പഷൻ ഉണ്ട്, ഒരു ആൽക്കെയിൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും അല്ലേ. ന്യൂട്രലൈസേഷൻ നമുക്കറിയാം എപ്പോഴും എന്തുണ്ടാവുക, ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും അതേപോലെ വാട്ടറും ഉണ്ടാവും. ഈ രൂപത്തിലുള്ള റിയാക്ഷനുകളൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവേണ്ടതുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, അനദർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ന്യൂട്രലൈസേഷൻ ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസിപ്പിറ്റേഷൻ ആർ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില റിയാക്ഷനുകളൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ സോളിഡ് ആയിട്ടുള്ള ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. റെഡി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബേരിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും. ഒരു എക്സാമ്പിൾ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേരിയം ക്ലോറൈഡ് അതേപോലെ തന്നെ നമ്മുടെ സോഡിയം സൾഫേറ്റ് ഒരു റിയാക്ഷനാണ്. അനദർ എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ്. ഇപ്പോൾ നോക്കിക്കേ, ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും സംഭവിക്കുക. ബേരിയം ഇങ്ങോട്ട് പോകും, സോഡിയം ഇങ്ങോട്ട് വരും. പ്രോഡക്റ്റ് എന്താ കിട്ടുന്നുണ്ടാവുക നമുക്ക്, പ്രോഡക്റ്റ് ഇവിടെ സോഡിയം ലെഫ്റ്റിലേക്ക് വന്നാൽ സോഡിയം ക്ലോറൈഡ്,
ബേരിയം അങ്ങോട്ട് പോയാൽ ബേരിയം സൾഫേറ്റ്. ഇതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടാവും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, PPT നമ്മൾ ഷോർട്ടായിട്ട് ഇത്. ഇവിടെ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ എന്ത് ചെയ്യും, സിൽവർ ഇങ്ങോട്ട് പോകും, സോഡിയം ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇതേ രൂപത്തിൽ സോഡിയം എന്ത് ചെയ്യും അല്ലേ, സോഡിയം അങ്ങോട്ട് പോയാൽ സോഡിയം നൈട്രേറ്റ് കിട്ടും. ഈ ഏജ് ഇങ്ങോട്ട് പോയാൽ സിൽവർ ക്ലോറൈഡ് കിട്ടും. ഈ പറഞ്ഞ സിൽവർ ക്ലോറൈഡ് എന്താണ്, ഇതുപോലെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യണം, സോളിഡ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ രൂപത്തിൽ ഇവിടെ കണ്ടോ, രണ്ട് കേസിലും എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുക. സോ ഇറ്റ് ഈസ് ഓൾസോ ബി എന്നുള്ള ഓപ്ഷനും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് കൊടുത്തത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആരാ, H2O2. ഇയാൾ എന്ത് ചെയ്യുന്നു, വാട്ടറും ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ ഏതാടാ, ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് രണ്ട് പ്രോഡക്റ്റ് ആവുന്നത് റിയാക്ഷൻ ഏതാ, യെസ് ഏതായിരുന്നു, ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, അല്ല ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, അല്ല ഇറ്റ് ഇസ് ഏതായിരുന്നു, നമ്മൾ പറഞ്ഞ പോലെ കോമ്പിനേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് അല്ലേ, ഈ പറഞ്ഞ റിയാക്ഷൻ ഏതായിരിക്കും വരിക മക്കളെ വരുന്നുണ്ടാവുക, യെസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഉള്ളത്. ഇവിടെ കൊടുത്തത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. സോ ഇറ്റ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഗാൽവാനിക് സെല്ലിൽ റിയാക്ഷൻ റിഡോക്സ് അല്ലേ, ഗാൽവാനിക് സെൽ എന്തായിരുന്നു അല്ലേ, 2 metals ഡിസോൾവ്ഡ് ഇൻ അല്ലേ 2 ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. മഗ്നീഷ്യം സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്യും, സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാകും, ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതായിരുന്നു ഗാൽവാനിക് സെല്ല്. ഓക്കെ, ആ ഗാൽവാനിക് സെല്ലിൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക, ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും, ഓക്സിഡേഷനും സംഭവിച്ചിട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ആര് മാത്രമാണ് മക്കളെ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നമ്മളെ സി മാത്രമാണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സോതെർമിക് പ്രോസസ്. എക്സോതെർമിക് എന്തായിരുന്നു ഇവിടെ, എക്സോതെർമിക് എന്തായിരുന്നു, എക്സോതെർമിക് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ആലോചിച്ചാൽ മതി. എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബ്, എക്സോതെർമിക് ഹീറ്റ് ലിബറേഷൻ. റെഡി. അപ്പോൾ ഇവിടെ നോക്കിക്കേ ആരൊക്കെയാണെന്നുള്ളത്. റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് ക്യുക്ക് ലൈം. വാട്ടർ ക്യുക്ക് ലൈമുമായിട്ട്, ആര് ക്യുക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഒരു മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഉണ്ടാവുക. മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക്. പ്ലസ് ആരുണ്ടാവും, നല്ല ഹീറ്റ് ലിബറേറ്റ് ചെയ്യും കേട്ടോ. സോ ഇതേതാണ്, എക്സോതെർമിക് ആണ്. ഡൈല്യൂഷൻ ഓഫ് ആസിഡ്. ആസിഡിലേക്ക് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കരം വരുന്ന വാട്ടറിനൊക്കെ എന്ത് ചെയ്യും, ആസിഡ് അബ്സോർബ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. സോ 1ഉം 2 എന്താണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, എക്സോതെർമിക് ആണ്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറില്ലേ. ഹീറ്റ് അബ്സോർബ് ആണോ റിലീസാണോ, ലിക്വിഡ് ഗ്യാസ് ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ് അല്ലേ. സോ ദിസ് ഈസ് എൻഡോതെർമിക് ആണ്, ഹീറ്റ് അബ്സോർബ് ആണ്. സബ്ലിമേഷൻ ഓഫ് ക്യാംഫർ. സോളിഡ് ആയിട്ടുള്ള ക്യാംഫർ സോളിഡാണ്, അതെന്തായി മാറി, ഗ്യാസ് ആയിട്ട് മാറണം. അപ്പോഴവിടെ എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അതും എൻഡോതെർമിക് ആണ്. റെഡി. അപ്പോൾ ഈ രൂപത്തിൽ 3ഉം 4ഉം എൻഡോ ആണ്, 1ഉം 2 ആണ് എക്സോ. സോ ദ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. റെഡി. സോ എക്സോതെർമിക് നമുക്കറിയാം ഹീറ്റ് റിലീസ് ചെയ്യാണ്, എൻഡോതെർമിക് ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്. എക്സാമ്പിൾസ് ഒക്കെ അറിയണേ. ബേരിയം ക്ലോറൈഡ് റിയാക്ടിങ് വിത്ത് അമോണിയം സൾഫേറ്റ് forms barium sulfate ammonium chloride. Which of the following correctly represent type of reaction? അപ്പോൾ റിയാക്ഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, കൺഫ്യൂഷൻ എഴുതി വയ്ക്കാൻ മതി. ബേരിയം ക്ലോറൈഡ് BaCl2, അമോണിയം സൾഫേറ്റ് NH4, SO4. കെമിക്കൽ ഫോർമുലൊക്കെ എഴുതാൻ അറിയണട്ടാ, അത് മസ്റ്റാണ്. ഓക്കെ, ബേരിയം ക്ലോറൈഡ് BaCl2 ആണ്, BaCl2. അമോണിയം സൾഫേറ്റ് NH4, അമോണിയം SO4 സൾഫേറ്റ്. രണ്ടുപേർക്കും വാലൻസി അല്ലേ, അമോണിയത്തിന് വരുമ്പോൾ NH4 ട്വൈസ്, SO4 ആയിരിക്കും വരുന്നുണ്ടാവുക. സൾഫേറ്റിൻ്റെ വാലൻസി എത്ര, 2 അല്ലേ വരിക.
ആ 2 എവിടെ കിടക്കും? എവിടെ കിടക്കും? അമോണിയത്തിൻ്റെ വാല്യൂസ് 1 അല്ലേ, അത് താഴെ തന്നെ കിടക്കുന്നുണ്ടാവും. റെഡി? ഓക്കെ. ഇനി എന്താ പ്രോഡക്റ്റ് കിട്ടുക? പ്രോഡക്റ്റ് എന്താ കിട്ടുക? യെസ്, ഇറ്റ് ഈസ് എ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ബേരിയം ഇങ്ങോട്ട് പോകും, അമോണിയം ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടാവുക? ബേരിയം സൾഫേറ്റ്. അതൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പ്ലസ് ആരെ കിട്ടുക? അമോണിയം ക്ലോറൈഡും കൂടി ചേർന്നാൽ അമോണിയം ക്ലോറൈഡ്, NH4Cl. രണ്ടുപേർക്കും വാല്യൂസ് 1 ആയതുകൊണ്ട് നോ ചേഞ്ച്. അപ്പോൾ എന്താണ്? ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനൊക്കെ അറിഞ്ഞിരിക്കണം. സോ 3 വരും, 4 വരും. 3ഉം 4ഉം വരുന്നത് ഏതാണ്? 3ഉം 4ഉം വരുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. ബേരിയം സൾഫേറ്റ് ഈസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അമോണിയം ക്ലോറൈഡ് ഈസ് എ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേഷൻ ആണ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിഡക്ഷൻ പ്രോസസ്? ഈ പറയുന്നവർ ഏതാണ് റിഡക്ഷൻ പ്രോസസ്സ് അല്ലാത്തത്? ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക, അല്ലേ? അല്ലെങ്കിലോ ഈ പറയുന്ന രൂപത്തിൽ എന്താ പറയുക, പിന്നെ ഓക്സിജനെ ഗെയിൻ ചെയ്യുക, ഇതൊക്കെ ഓക്സിഡേഷനാണ്. എന്നാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ, ഇതിൽ റിഡക്ഷൻ അല്ലാത്തത് ഏത് എന്നാണ്? റിഡക്ഷൻ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നത് റിഡക്ഷനാണ്. ഓക്സിജനെ ലൂസ് ചെയ്യുന്നത് റിഡക്ഷനാണ്. ഹൈഡ്രജനെ ഗെയിൻ ചെയ്യുന്നത് റിഡക്ഷനാണ്. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത് ഏതാണ്? ഓക്സിഡേഷനാണ്, വിച്ച് ഈസ് നോട്ട് എ റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ്റെ ആ ഡെഫിഷ്യൻസ് അറിയണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിഡക്ഷൻ്റെ ഡെഫിനിഷൻസ്. ലൂസ് ഓഫ് ഓക്സിജൻ, ഗെയിൻ ഓഫ് ഹൈഡ്രജൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഒരു റിയാക്ഷൻ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് എങ്ങനെ മക്കളെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക? വളരെ എളുപ്പമാണ്. നോക്കിക്കേ, A2- എന്ന് പറയുന്ന ഒരു അയോണ് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം A0 എന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം ആരോയുടെ ലെഫ്റ്റ് സൈഡിലാണല്ലോ. എന്നാൽ സപ്പോസ് ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? B2+ ആയി ആൻഡ് ഇറ്റ് ഡൊണേറ്റ് 2 ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ നമ്പർ ആരോയുടെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ദാറ്റ് ഈസ് റിഡക്ഷൻ, ആരോയുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്കെ, അപ്പോൾ ഇത് റിഡക്ഷനാണ്, ഇത് ഓക്സിഡേഷനാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ട്രിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാം വൈ ലേണിങ്ങിലൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം ഒരുപാട് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അത് അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ഏറ്റവും ഒരുപാട് ഡിഫറെൻറ്റ് വേർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ എന്താ, റിഡക്ഷൻ എന്താ, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ വെച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ്. ഇനി ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താ, റെഡ്യൂസിങ് ഏജൻറ്റ് എന്താ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ ബ്ലീച്ചിങ് പൗഡർ? ഇതൊരു വെറൈറ്റി, ഒരു എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പല കോമ്പറ്റീഷൻ എക്സാമിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ ഇൻ ബ്ലീച്ചിങ് പൗഡർ ഉണ്ട് അല്ലേ? ഇതും എക്സാം വൈ ലേണിങ്ങിലെ കുട്ടികൾ നമ്മുടെയൊക്കെ പല യൂണിറ്റ് ടെസ്റ്റിലും അതേപോലെ തന്നെ ലെവൽ 2, ലെവൽ 3 ഒക്കെ നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻസൊക്കെ. എന്താ ഒരു ഒളിമ്പ്യാഡ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കൂളത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സെയിം കണ്ടൻറ്റ് അതേപോലെ പഠിച്ചു പോയാൽ എത്തിക്കൊള്ളണമെന്നില്ല. അതിനേക്കാൾ കുറച്ചും കൂടി ഒരു പടി അപ്പുറത്ത് നമ്മൾ പറയില്ലേ, ഒരു സ്റ്റെപ്പ് അപ്പുറത്ത് പഠിക്കണം. അറ്റ് ദ സെയിം ടൈം ആ കൺസെപ്റ്റ് ക്ലിയർ ആവണം. ഡീപ്പ് ആൻഡ് സ്ട്രോങ് ആയിട്ട് അറിയുന്നൊരു കുട്ടിക്ക് ഒളിമ്പ്യാഡ് പോലുള്ള എക്സാമുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാം വൈ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് അറിയുന്നുണ്ടാവും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലാത്തൊരു പുതിയൊരു പോയിന്റ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ പഠിക്കുന്നുണ്ടാവുക. നോ പ്രോബ്ലം, നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ എന്താ പറയുക, നമ്മളും നമ്മുടെയൊക്കെ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വളരെ നേരത്തെ തന്നെ, ഇപ്പോൾ ഒരു 6ാം ക്ലാസ് മുതൽ തന്നെ നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ ഉണ്ടടാ. 6ാം ക്ലാസ് മുതൽ അവിടെ ഇതായാലും പഠിപ്പിക്കുന്നുണ്ടാവുക. അവിടെ ആ കുട്ടികൾക്ക് പറ്റുന്ന രൂപത്തിൽ അവരുടെ ഒരു ഒളിമ്പ്യാഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് 7ലും 8ലൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് അവൻ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ടാവും.
അവനൊരു 10-ലെത്തുമ്പോഴേക്കും അവൻക്ക് +2 ക്വസ്റ്റ്യൻസ് വരെ നീറ്റിലും ജയിക്കുക ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് അതേപോലെ അതേ സിലബസ് അല്ലാത്തത് കൊണ്ട് മുഴുവൻ ചോദ്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനെ അല്ലെങ്കിൽ നമ്മളെ സിബ്ലിങ്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അവരൊക്കെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. നമുക്കോ നഷ്ടപ്പെട്ടു എങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യട്ടെ, രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത ഈ ടൈമിൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. അപ്പോൾ സമയം അവസാനിച്ചിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ക്ലാസ്സസും എക്സാം വൈൻ്റെ ചാനലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഒരുപാട് എക്സാമുകൾക്ക് നമുക്കൊരു പ്രാക്ടീസിങ് ആയിട്ട് എന്ത് ചെയ്യണം, മാറണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ ഈ ചാനലിലുണ്ട്. അത് സ്ഥിരം വാച്ച് ചെയ്താൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നോക്കിക്കേ, ബ്ലീച്ചിങ് പൗഡർ ആരാണ് ബ്ലീച്ചിങ് പൗഡർ? CaOCl2. അപ്പോൾ നിങ്ങൾ കേൾക്കണം 2 ക്ലോറിനും 1 ഓക്സിജനുമാണ് ഇതിലുള്ളത്. പക്ഷേ ഇതിൻ്റെ റിയൽ സ്ട്രക്ചർ എങ്ങനെയാണ് അറിയോ മക്കളെ? ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡറിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും. കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഇതിലെ OCl മൈനസ് ആ പറഞ്ഞ OCl- പേരാണ് ഹൈപ്പോക്ലോറൈറ്റ്. ഇത് നമ്മുടെ നോർമൽ ക്ലോറിൻ്റെ ചാർജ് എത്ര? -1. അതെല്ലാവർക്കും അറിയാം. പക്ഷേ OCl- എന്ന് പറയുന്നതിൽ അയാളുടെ ടോട്ടൽ ചാർജാണ് -1. അപ്പോൾ ഓക്സിജൻ്റെ ചാർജ് നമുക്കറിയാം -2 ആണ്. ക്ലോറിൻ്റെ ചാർജ് അവിടെ നിൽക്കട്ടെ, ടോട്ടൽ ചാർജ് -1. അപ്പോൾ ക്ലോറിൻ്റെ ചാർജ് എന്തായേ പറ്റുള്ളൂ? +1 ആയേ പറ്റുള്ളൂ. കാരണം -2 +1 ആണ് ടോട്ടൽ -1 വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നോർമൽ ക്ലോറിന് -1 ആണ്. നമ്മൾ പഠിച്ച മിക്ക കേസും അങ്ങനെ തന്നെയാണ്, 99% അങ്ങനെ ആയിരിക്കും. ബട്ട് ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് വരുമ്പോൾ എന്ത് വരും? ഈ പറഞ്ഞ ക്ലോറിൻ്റെ ചാർജ് +1 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ -1ഉം ഇവിടുത്തെ ടോട്ടൽ -1ഉം കൂടിയും വന്നാൽ എന്തായി? ഇവിടെ +2 ആയാൽ ടോട്ടൽ ചാർജ് 0 തന്നെ, അതിൽ മാറ്റൊന്നുമില്ല. ടോട്ടൽ ചാർജ് ഈസ് ഓൾവേസ് 0. സോ ആൻസർ എന്താ വരിക? -1 +1. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇറ്റ് ഈസ് എ എക്സെപ്ഷൻ ക്വസ്റ്റ്യൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എബൌട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഈസ് കറക്റ്റ്? ഓക്സിജനെയും കാർബണെയും കുറിച്ചുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓക്സിജൻ ഹാസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് -1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ -1 ആയിരിക്കും ഇൻ ഓക്സൈഡ് ആൻഡ് -2 ഇൻ പെറോക്സൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഓക്സൈഡ് എടുത്ത് നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ ജസ്റ്റും ചെയ്ത് നോക്കാം. ഒരു ഓക്സൈഡ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്, അവിടെ ഓക്സിജൻ്റെ ചാർജ് -1 ആണോ? ഇറ്റ് ഈസ് റോങ്, അത് തെറ്റാണ്. -2 തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും അല്ല. പെറോക്സൈഡ് ആണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ്റെ ചാർജ് എത്രയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? ഹൈഡ്രജൻ്റെ ചാർജ് +1, ഓക്സിജൻ്റെ ചാർജ് -1. ഈ രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നോർമലി ഓക്സിജൻ -2 ആണ്, എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ചാർജ് -1 ആണ്. ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ കേസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും തെറ്റാണ്, അതേതായാലും അല്ല. ഇനി കാർബൺ ഓൾവേസ് ഹാസ് ആൻ ഓക്സിഡേഷൻ നമ്പർ +2. കാർബൺ എപ്പോഴും +2 ആണോ? ഇറ്റ് ഈസ് റോങ്. കാർബൺ ഓൾവേസ് അല്ലേ എത്രയ്ക്ക് വരുന്നുണ്ടാവുക? +4 ആണ് വരുന്നുണ്ടാവുക നോർമലി അല്ലേ. ഇൻ ഓൾ കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, നോർമലി +4 ആണ്. ബട്ട് കാർബൺ +2 ഉള്ള കേസ് ഇല്ലേ? നോർമലി +4 ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയി. കാർബൺ +4 ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്തുണ്ട്? ഇപ്പോൾ കാർബൺ മോണോക്സൈഡ്, അവിടെ കാർബണിൻ്റെ ചാർജ് +2 ആണ്, കാരണം ഓക്സിജൻ -2 ആണ്. ആ ഒരു കേസിൽ മാത്രം എന്ത് വരും? ഈ പറഞ്ഞ കാർബൺ +2 ആയിട്ട് മാറും. അല്ലാത്ത കേസിൽ +4 ഉണ്ട്. ഇൻ ഓൾ കോമ്പൗണ്ട്സ് പറഞ്ഞാലോ ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്സിജൻ ഹാസ് ആൻ ഓക്സൈഡ് നമ്പർ ഓഫ് -2 ആൻഡ് -1 ഇൻ പെറോക്സൈഡ്. ദാറ്റ് ഈസ് ദ റൈറ്റ് വൺ. അതാണ് നമ്മളിപ്പോൾ നേരെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ആ പോയിന്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഈ കേസിൽ നോർമലി -2 ആണ്, പെറോക്സൈഡിൽ -1 ആണ്. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റോ, കാർബൺ ഹാസ് ആൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് +4 ഇൻ CO ആൻഡ് CO2. അത് ഞാൻ പറഞ്ഞു റോങ് ആണ്. കാർബൺ ഡയോക്സൈഡിൽ എത്ര തന്നെയാണ്? +4 ആണ് CO2ൽ. എന്നാൽ കാർബൺ മോണോക്സൈഡിൽ കാർബണിൻ്റെ ചാർജ് +2 ആണ്. അപ്പോൾ ഇങ്ങനെ ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാകും, അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്.
ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഓഫ് തെർമൈറ്റ് പ്രോസസ്സീസ്. തെർമൈറ്റ് പ്രോസസ്സിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? കാർബൺ, അലുമിനിയം, സോഡിയം, മാഗ്നീഷ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്തറിയണം, എന്താണ് ഈ തെർമൈറ്റ് പ്രോസസ്സ് എന്നറിയണം. ഓക്കെ, ഇൻ ദ തെർമൈറ്റ് പ്രോസസ് ഓൾസോ അലുമിനോ തെർമി പൗഡേർഡ് aluminum is used as a strong reducing agent. It reacts with metal oxide like iron oxide to extract the metal in highly exothermic reaction. ഇവിടുന്ന് സംഭവിക്കാരോ, നമ്മുടെ റെയിൽവേ ട്രാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിലുള്ള വിള്ളലുകളൊക്കെ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് തെർമൈറ്റ് പ്രോസസ്സ്. കാരണം അറിയോ, അവിടെ ഈ പറഞ്ഞ ഫെറിക് ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു, Fe2O3യെ അലുമിനിയവുമായിട്ട് റിയാക്ട് ചെയ്യും. നല്ല മോൾട്ടൺ അലുമിനിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ അലുമിനിയം എന്ത് ചെയ്യുന്നത്, അയേണിനെ അങ്ങോട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് അയേണിനെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ്, സോളിഡ് അല്ല ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അയൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞാണ്ട് സോളിഡായി മാറിക്കൊള്ളും. അപ്പോൾ എന്ത് ചെയ്യും, ആ റെയിൽവേ ട്രാക്കുകളൊക്കെ ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ ക്രാക്ക് വീണെടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കാനാണ് ഈ തെർമൈറ്റ് റിയാക്ഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ടാകും. റെഡി? അപ്പോൾ ഈ രൂപത്തിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമുക്കറിയാം അലുമിനിയമാണ് അവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. കാരണം അറിയോ, അലുമിനിയം ഇവിടെ 0 ആണ്, അലുമിനിയം ഇവിടെ +3 ആണ്, അയേൺ ഇവിടെ +3 ആണ്, അയേൺ ഇവിടെ 0 ആണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏതൊരാറ്റവും ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം 0. അപ്പോൾ നോക്കിക്കേ, ഈ റിയാക്ഷനിൽ +3 ഉള്ള അയേണ് 0 ആയി, +3 ഉള്ള അയേണ് 0 ആയി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടന്നു. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് മക്കളെ റിഡക്ഷൻ. അതിനെ ഹെൽപ്പ് ചെയ്തത് ആരാടാ? റിഡക്ഷനെ ഹെൽപ്പ് ചെയ്തത് അലുമിനിയം. സോ ദാറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. സോ അലുമിനിയം ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ തെർമൈറ്റ് പ്രോസസ്. ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ കൺസിസ്റ്റ് ഓഫ്, ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല്, ഗാൽവാനിക് സെല്ലുണ്ട്, ഇലക്ട്രോലൈറ്റിക് സെല്ലുണ്ട്. ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സെല്ലൊക്കെ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ നടത്തും. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കും അല്ലേ. ദിസ് ഈസ് ഗാൽവാനിക് സെൽ. കെമിക്കൽ എനർജി വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. ഇവിടെയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, അതുവഴി കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലേ. ഇലക്ട്രോലൈസിസ് ഒക്കെ അവിടെയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറിന് എളുപ്പം കിട്ടുമല്ലോ അല്ലേ. എന്തായിരിക്കും, പോസിറ്റീവായിട്ടുള്ള ആളായിരിക്കും ആനോഡ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് കാഥോഡാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എന്നാൽ ഗാൽവാനിക് സെല്ലിലോ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ് കേട്ടോ. നോട്ട് ആനയോൺ ഓർ കാറ്റയോൺ. ആനയോണിന് നെഗറ്റീവ് ചാർജാണ് എപ്പോഴും, കാറ്റയോണിന് പോസിറ്റീവാണ്, അത് മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ആനോഡ് എന്ന് പറയുന്ന ആൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് സെൽ. കാരണം എന്താ പറയുക, ഇതിലുണ്ടാകുന്ന ആനയോൺ ആയിട്ടുള്ള നെഗറ്റീവ് ആൾക്കാരൊക്കെ എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും, ആനോഡിലേക്ക്. കാറ്റയോൺ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജുള്ള അയോൺസൊക്കെ കാഥോഡിലേക്കുമായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. റെഡി? During the electrolysis of brine solution, what is brine solution? Aqueous sodium chloride. Which of the following product are formed? അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ബ്രൈൻ സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോലൈസിസ് നടത്തുകയാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഇലക്ട്രോലൈസിസ് നടത്തിയാൽ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളാണ് ഉണ്ടാവുക. ആരൊക്കെ ഉണ്ടാവും? 1 ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും, 2 ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും, 3 ഇതിൽ ബാക്കിയുള്ള സോഡിയം ഉണ്ടാകും, സോഡിയം. സോഡിയം എന്തുണ്ടാവും, അതിൽ ബാക്കിയുള്ള OHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് NaOH ഉണ്ടാവും. സോ ഹൈഡ്രജൻ ഉണ്ടാകും, അതേപോലെ തന്നെ ക്ലോറിൻ ഉണ്ടാകും, NaOH ഉണ്ടാകും. ഹൈഡ്രജൻ എവിടെ ഉണ്ടായത്? ഹൈഡ്രജൻ ഈ പറഞ്ഞ എവിടെ ഉണ്ടായി? കാഥോഡിലാണ് ഹൈഡ്രജൻ ഉണ്ടാവുക, കാഥോഡ്. ക്ലോറിൻ എവിടെ ഉണ്ടായത്? ക്ലോറിൻ പോസിറ്റീവായിട്ടുള്ള ആനോഡിലാണ് ഉണ്ടാവുക. ബാക്കിയുള്ള സൊല്യൂഷനായിട്ട് ആരും ഉണ്ടാകും? NaOH ഉണ്ടാകും. സോ H2Cl2 NaOH ആയിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക. ഹൈഡ്രജൻ ഗ്യാസ്, ക്ലോറിൻ ഗ്യാസ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ ക്ലോറിൻ ഗ്യാസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്.
ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസറായിട്ട് വരുന്നുണ്ടാവുക. കിട്ടുമല്ലോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ ബ്രൈൻ സൊല്യൂഷൻ അല്ലേ, ലിക്വിഡ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ഉണ്ടായത്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെയാണ് ഇതേപോലെ ഇലക്ട്രോലൈസിസ് നടത്തിയതെങ്കിലോ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ ആരും മാത്രമേ ഉള്ളൂ, സോഡിയവും ക്ലോറിനും. അപ്പോൾ നമുക്ക് ആരെ കിട്ടും അല്ലേ, ഈ പറഞ്ഞ സോഡിയം കിട്ടും, ക്ലോറിനും കിട്ടും. ക്ലോറിൻ എവിടെ കിട്ടും, ആനോഡ് കിട്ടും. സോഡിയം എവിടെ കിട്ടും, കാഥോഡിൽ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും. ഈ രൂപത്തിലാണ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലൈസിസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഡീറ്റെയിലായിട്ട് റിയാക്ഷൻസ് പോയിട്ടില്ല, ജസ്റ്റ് ഇത് പ്രോഡക്റ്റുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? കെമിക്കൽ ഫോർമുല ഓഫ് റെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് റെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ റെസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റെസ്റ്റിൻ്റെ കെമിക്കൽ ഫോർമുല FeO Fe2O3 Fe2O3.X2O Fe3O4. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക, ഈസി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് മാർക്ക് ചെയ്യാം. അതിൻ്റെ ആൻസർ അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷനും ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് വരുക, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ചിലതൊക്കെ എനിക്ക് അറിയാമെന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവും, ചിലതൊക്കെ എനിക്ക് അറിയില്ല എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവും. NSMC എഴുതുന്ന എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കൊടുക്കാൻ പറ്റുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവർക്കും ഈ ഫസ്റ്റ് റാങ്കിൽ ടോപ്പിലെത്താന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് നമുക്ക് റിയലൈസേഷൻ ഉണ്ടാവും. ആയിരക്കണക്കിന് കുട്ടികൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള വീക്ക് പോയിൻറ്റും സ്ട്രോങ് പോയിൻ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ സ്കൂളത്തെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് ചോദിക്കൂലല്ലോ, SLCക്ക് ചോദിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചോദിക്കൂല, മേ ബി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിൽ വളരെ കുറച്ച് ലെവലുള്ള ചോദിക്കുള്ളൂ. പക്ഷേ ഇത് പഠിച്ചൊരു കുട്ടിക്ക് ഇതിൻ്റെ താഴെയുള്ള ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് വരും. അത് നമുക്ക് 10ാം ക്ലാസ്സിലെ A+ഉം A1 ഒക്കെ കിട്ടാൻ എന്ത് ചെയ്യുക സഹായിക്കും. അതിനാണ് നമ്മൾ NSMCക്ക് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നുള്ള ബോധ്യം ഉണ്ടാവുക. എല്ലാ ക്ലാസ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സമയം കണ്ടെത്തി, ഒരു കുറഞ്ഞ സമയമല്ലേ, ഒന്ന് കണ്ടെത്തി എഴുതി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് ഇതുപോലുള്ള എക്സാമുകളൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തും. അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. മറ്റൊരു ചാപ്റ്ററിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, NSMCയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്